ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവർക്ക് ഏത് നടക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും അവിടുന്ന് നടത്തിത്തരും. മനുഷ്യർ നൽകുന്ന മഹത്വത്തെ പാടെ നിരസിക്കുവാനുള്ള ഹൃദയ ചങ്കൂറ്റം നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം മാത്രം അന്വേഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകും. പല നന്മകളും ഉയർച്ചകളും അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെടും. ഇന്ന് വരെ നാം ആശ്രയിച്ചത്, നാം മഹത്വം അന്വേഷിച്ചത് മനുഷ്യരിൽ നിന്നായിരുന്നു എങ്കിൽ ഇന്നു മുതൽ അത് മാറ്റുക. ദൈവത്തിൽ നിന്നും മാത്രമേ മഹത്വം അന്വേഷിക്കാവൂ. എന്തെന്നാൽ മഹത്വപൂർണനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവം മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവമഹത്വത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത്. അതിനാൽ അവിടുത്തോട് നമുക്ക് നാം ആഗ്രഹിക്കുന്ന അംഗീകാരം, മഹത്വം, സ്നേഹം, സന്തോഷം ഇവയെല്ലാം ചോദിക്കാം. കർത്താവിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. മറ്റ് ആരിലും, ഒരു മനുഷ്യനിലും, അത് ഏതൊക്കെ അവസ്ഥയിലുള്ളവരാണ് എങ്കിലും ഒരു വ്യക്തിയിൽ പോലും നാം വിശ്വാസം അർപ്പിക്കരുത്. മറിച്ച് ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിക്കുക. ദൈവമാണ് വ്യക്തികളെ നമുക്ക് സഹായത്തിനയക്കുന്നത്. അതിനാൽ ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ, അത് ചില വ്യക്തികളിലൂടെയാകാം, അല്ലാതെയാകാം, ആ അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ആ വ്യക്തികളെ കർത്താവ് ഉപയോഗിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവത്തിന് മഹത്വവും നൽകാം. ഇന്നത്തെ ദിവസം അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കർത്താവ് സന്നദ്ധനായിരിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്ക് അസാധ്യമെന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ കർത്താവിന് ഒരു നിമിഷം മതി അത് സാധിച്ചു തരാൻ. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ യാത്രകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എല്ലാ കാര്യത്തിനും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടാകും, നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും, സംരക്ഷിക്കും. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? ഏറ്റവും കാരുണ്യവാനായ മഹത്വപൂർണനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മഹത്വത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന മഹോന്നതനായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി അഭയം തേടുന്നു,
അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചു നിർത്തി അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമെങ്കിലും, ഞങ്ങൾ അങ്ങയുടെ വചനം പഠിക്കുമെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷ മനുഷ്യരിലാണ്. ഞങ്ങൾ മഹത്വം അന്വേഷിക്കുന്നത് മനുഷ്യരിൽ നിന്നാണ്. കർത്താവെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല ദുരനുഭവങ്ങളും ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രേഷ്ഠത കാണുമ്പോൾ മനുഷ്യർ ഞങ്ങളെ മഹത്വപ്പെടുത്തും, ബഹുമാനിക്കും. എന്നാൽ ഞങ്ങൾക്ക് ഒരു ചെറിയ കുറ്റമെങ്കിലും ഉണ്ട് എങ്കിൽ മനുഷ്യർ ഞങ്ങളെ ഇകഴ്ത്തി പറയുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട്. കർത്താവെ, ഞങ്ങളെ പുകഴ്ത്തുന്ന അതേ നാവുകൊണ്ട് തന്നെ ഞങ്ങളെ ഇകഴ്ത്തി താഴ്ത്തുന്നത് ഞങ്ങൾ കേൾക്കാൻ ഇനി നീ അനുവദിക്കല്ലേ. ഇന്നുവരെ ഞങ്ങൾ മനുഷ്യരിൽ വിശ്വസിച്ചു, അത് പാപമായി ഞങ്ങൾ കണക്കാക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു, കർത്താവെ, നിൻ്റെ മഹത്വപൂർണനായ നിൻ്റെ മഹത്വം മാത്രം അന്വേഷിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നീ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ ഏറ്റവും ഭംഗിയായി മനോഹരമായി ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിഫലം നിന്നിൽ നിന്നാണ് വരുന്നത്. കർത്താവെ, ഏത് അസാധ്യങ്ങളും സാധ്യമാകുന്നത് നിൻ്റെ മഹത്വം അന്വേഷിക്കുമ്പോഴും നീ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അത് ചെയ്തു തീർക്കുമ്പോഴുമാണ്. അതിനാൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം മുടങ്ങിക്കിടക്കുന്ന ചില നന്മകളെ അതിൻ്റെ കാരണം ഞങ്ങൾ തന്നെയാണ്. അതിനാൽ കർത്താവെ, ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണകളെ, ഞങ്ങളുടെ അറിവില്ലായ്മയെ, കുറവുകളെ ഇന്ന് ഈ പ്രഭാതത്തിൽ നീ നികത്തി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിൻ്റെ മഹത്വം മാത്രം ഞങ്ങൾക്ക് മതി. ഈ ലോകം നൽകുന്ന മഹത്വം ഞങ്ങൾ തീർത്തും ഉപേക്ഷിച്ചു കളയുന്നു. എന്തെന്നാൽ ഒരുവനെ താഴ്ത്തുന്നതും ഒരുവനെ ഉയർത്തുന്നതും കർത്താവിൻ്റെ കരങ്ങളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ആ ശക്തമായ കരങ്ങളിൽ പിടിച്ച് അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റെടുത്ത് ഏറ്റവും ഉചിതമായ രീതിയിൽ ചെയ്തു തീർക്കാൻ ഞങ്ങളെ ഇന്ന് നീ അനുവദിക്കണമേ. അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അതിൻ്റെ പ്രതിഫലം ഞങ്ങൾ മനുഷ്യരിൽ നിന്നല്ല, അതിൻ്റെ മഹത്വം ഞങ്ങൾ മനുഷ്യരിൽ നിന്നല്ല, എന്നാൽ ഞങ്ങളെ വിളിച്ച വിശ്വസ്തനായ മഹത്വപൂർണനായ ദൈവത്തിൽ നിന്നും മാത്രമാണ് ഞങ്ങൾ മഹത്വം അന്വേഷിക്കുന്നത്, പ്രതിഫലം അന്വേഷിക്കുന്നത്. അതിനാൽ പ്രതിഫലം അന്യേ ജോലി ചെയ്യുവാൻ, ഉത്തരവാദിത്തങ്ങളെ യേശു നാമത്തിൽ ചെയ്തു തീർക്കുവാൻ കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ നീയാണ് ഞങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. കർത്താവെ, ജോലി ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്ന് നീ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതിനാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമീകരിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അറിവില്ലായ്മയെ, തെറ്റിദ്ധാരണകളെ ശരിയായി മനസ്സിലാക്കുവാൻ കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഇനി മുതൽ മനുഷ്യൻ്റെ മഹത്വം അന്വേഷിക്കാതെ, മനുഷ്യൻ്റെ പുകഴ്ത്തലുകൾ സ്വീകരിക്കാതെ, എൻ്റെ കർത്താവിൻ്റെ പുകഴ്ത്തലുകൾ മാത്രം സ്വീകരിച്ച് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രീതിജനകമായി ഞാൻ കാണപ്പെടാൻ, എൻ്റെ കർത്താവെ, നിന്നിൽ വസിക്കുന്നതിനും നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുന്നതിനും ഈ കൊച്ചു ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആരോഗ്യത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സമ്പത്തിനെ സമർപ്പിക്കുന്നു. കർത്താവെ, അനാവശ്യമായ ചിലവുകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ പണം ദുർവ്യയം ചെയ്യാൻ അറിഞ്ഞോ അറിയാതെയോ
അബദ്ധത്തിൽ കൂടി പോലും ദുർവ്യയം ചെയ്യാൻ ഞങ്ങളെ നീ അനുവദിക്കരുതേ. നീ നൽകിയ സമ്പത്ത് നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് പ്രത്യേക കൃപ തരണമേ. ഞങ്ങളുടെ ഇന്നത്തെ ചെലവുകളെ സമർപ്പിക്കുന്നു, ഇന്നത്തെ ഞങ്ങളുടെ ആഹാരത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഇടപാടുകളെ സമർപ്പിക്കുന്നു, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു, ഇന്നത്തെ ഞങ്ങളുടെ ഓരോ വാക്കുകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വ്യക്തികളെ, അവർ പറയുന്ന വാക്കുകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവേചനത്തിൻ്റെ വരം നൽകി വിവേചന ബുദ്ധിയോടെ എല്ലാം കണ്ട് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ചോദിക്കുന്ന എല്ലാവർക്കും നൽകുന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യാനുസരണം ജ്ഞാനവും ബുദ്ധിയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ, കുടിക്കുന്ന പാനീയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമയത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കഴിവുകളെ, നന്മകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വിശ്രമത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്താൻ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുവാൻ കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ ഞങ്ങളുടെ അന്തരാത്മാവിൽ വരുത്തുവാൻ ഇന്ന് നീ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നീ നടത്തണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വൻ കാര്യങ്ങൾ ഇന്ന് നടക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ കൂടി നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ചു കളഞ്ഞ കാര്യങ്ങളെ ഇന്ന് നീ നടത്തിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ സഹായത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നീ അനുഗ്രഹിച്ച് കാത്ത് സംരക്ഷിച്ച് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ചതിവിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും കർത്താവേ, നിൻ്റെ പ്രിയപ്പെട്ടവരായ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെയും ഇത് ഷെയർ ചെയ്യുന്നവരെയും നിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കാത്തുകൊള്ളണമേ. ശക്തനായ ദൈവമേ, ഞങ്ങളുടെ ശക്തിയായി, ഞങ്ങളുടെ അഭിഷേകമായി, ഞങ്ങളുടെ അഭയമായി, ഞങ്ങളുടെ മഹത്വമായി, ജ്ഞാനമായി ഇന്ന് ഞങ്ങളോടൊപ്പം നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ദൈവമഹത്വം അന്വേഷിക്കുന്നവരായി രൂപാന്തരപ്പെടാൻ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ, ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി ലഭിക്കുന്നതിന്, കൃപ ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ. ഇന്ന് നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ, സാമ്പത്തിക സഹായം, ആരോഗ്യം, സന്തോഷം, സമാധാനം, സ്നേഹം, അംഗീകാരം ഇവയെല്ലാം കർത്താവ് നൽകി, നമുക്കാവശ്യമായ മഹത്വം കർത്താവ് നൽകി ഇന്നും എന്നും നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.